മത്സരിക്കാനില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ട്. ഉടുമ്പൻചോല MLA MM മണി ഇടുക്കിയിൽ ഉൾപ്പെടെ UDF കൂടുതൽ സീറ്റ് നേടും എന്ന് പറയുന്നത് പട്ടിയുടെ സ്വപ്നം പോലെ എന്നാണ് MM മണിയുടെ പരിഹാസം. ആലപ്പുഴയിൽ G സുധാകരൻ കാണിച്ചത് നേരും നെറിയുമില്ലാത്ത പ്രവൃത്തി. വീണ്ടും മത്സരിക്കാൻ പറ്റാത്തതിൽ തനിക്ക് വിഷമമില്ലെന്നും MM മണി 24 പറഞ്ഞു. തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളും ഇങ്ങനെ മണ്ഡലം ചുറ്റി കറങ്ങി നടക്കുകയാണ്. എവിടെ ചെന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ട്. നമ്മൾ നെടുങ്കണ്ടത്തെത്തിയപ്പോൾ ഉടുമ്പൻചോലയുടെ സ്വന്തം മണിയാശാൻ, നിലവിലെ MLA ആണ്, അദ്ദേഹം ഒരു ചായക്കടയിൽ ഇരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ചോദിച്ചേക്കാം എന്ന് കരുതി. മണിയാശാൻ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉടുമ്പൻചോലയിൽ? എല്ലാം സജീവമായി നടക്കുന്നു. പൊതുവിലൊരു ട്രെൻഡ് തുടക്കത്തിൽ എങ്ങനെയാണ്? പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മൂന്നാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്. അതിൽ ഇവിടെ നിന്നും ഇടുക്കി ജില്ലയുടേതായ സംഭാവന ഉണ്ടാകുമെന്ന കാര്യത്തിനും ഒരു സംശയവും വേണ്ട. ഇടുക്കി ജില്ലയുടെ സംഭാവന 5 സീറ്റും ജയിപ്പിച്ചു വിടാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. 4 സീറ്റ് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി. തൊടുപുഴയുടെ കാര്യവും കൂടെ ഞങ്ങൾ നോക്കും. ഇന്ത്യക്കാർ പറയുന്നുണ്ടല്ലോ അവർക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ്, ഇടുക്കിയിൽ 5-5 അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതിപ്പം സ്വപ്നം എങ്ങനെ വേണേലും കാണരുത്. പട്ടി സ്വപ്നം കാണുക, പട്ടി ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് കുരയ്ക്കുക, വലിയ എന്ന് പറഞ്ഞാലും എന്തെല്ലാം പണിയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോലയിൽ വന്നു. അപ്പോൾ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു മണിയാശാനെ പറ്റി എന്താണ് അഭിപ്രായം, ഞങ്ങൾ ചുമ്മാ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ വലിയ കാര്യങ്ങളോ കുറ്റോ കുറവോ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് MM മണി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരിക്കും ഇനി അങ്ങോട്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നതുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു 1000 കോടിയുടെ പ്രവർത്തനത്തിലും ഈ ജില്ലയുമായി ബന്ധപ്പെട്ട് നടന്നു. ഈ ജില്ലയെ മാത്രമല്ല, ജില്ലയിലെ മറ്റ് മണ്ഡലത്തിലേക്കും കൂടിയാണ് നടന്നിരിക്കുന്നത്. കേൾക്കുമ്പോൾ ആശാൻ ഒരു കുത്തിത്തിരിപ്പ് ചോദ്യം എന്ന് തോന്നുന്ന വിധത്തിലൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇത്തവണ മത്സരിക്കാതിരുന്നതിൽ വിഷമമുണ്ടോ? എനിക്ക് വിഷമമൊന്നുമില്ല. അതായത് മണിയാശാൻ തന്നെ ഇവിടെ മത്സരിക്കണമെന്നുള്ളതായിരുന്നു ഭൂരിഭാഗം ആളുകളും പരസ്യ പ്രസ്താവനയിലൂടെ നടത്തിയത്. മണ്ഡലത്തിലെ വോട്ടർമാർ കേട്ടോ, അതവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു നീരസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു അഭിപ്രായമാണ്. എനിക്ക് 10 വർഷം MLA ആയി, അതിൽ 5 വർഷം മന്ത്രിയാക്കി ഈ പാർട്ടി. എനിക്ക് ചെയ്യാവുന്ന സാധനങ്ങളെല്ലാം തന്നു. ഇത് കഴിഞ്ഞ് ഈ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതും ചെറിയ വിദ്യാഭ്യാസമുള്ള 5ാം ക്ലാസ് പഠിച്ച ഞാൻ, എൻ്റെ ഈ അറിവെല്ലാം ഞാൻ വായിച്ചും പഠിച്ചും പാർട്ടി എന്നെ പഠിപ്പിച്ചതുമാണ്. ഒരു തവണ കൂടെ അവസരം കിട്ടിയായിരുന്നു കൊള്ളായിരുന്നല്ലേ? അങ്ങനൊന്നുമില്ല, അങ്ങനെ ആഗ്രഹമില്ല. നിങ്ങൾ പറയുന്ന ഒരു ആഗ്രഹമില്ല. കിട്ടിയത് വളരെ സന്തോഷം. അങ്ങയുടെ കൂടെ അന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന G സുധാകരൻ ഇന്നിപ്പോ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അമ്പലപ്പുഴയിൽ മത്സരിക്കുകയാണ്. ഇപ്പൊ ഈ G സുധാകരൻ പോയ സമയത്ത് ഒരു പ്രചരണം ഉണ്ടായിരുന്നു, മണിയാശാന് സീറ്റ് കിട്ടാത്തോണ്ട് പോകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. G സുധാകരനല്ലല്ലോ ഞാൻ. എന്നാലും G സുധാകരൻ ചെയ്തതൊന്നും ശരിയായില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അയാളുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറെ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, സംസ്ഥാനത്തെ PWD വകുപ്പിന്റെ മന്ത്രി, 2 പ്രാവശ്യം മന്ത്രി, ഇതെല്ലാം ആയി കഴിഞ്ഞ് നേരും നെറിയുള്ളവരാണ് ഈ വൃത്തികേട് കാണിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ചില പ്രചരണങ്ങളുണ്ടായിരുന്നു ചില ആളുകൾ. അതൊക്കെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന പ്രചരണമാണ്. ഞാൻ അങ്ങനെ നിൽക്കുകയാണ്, തോപ്പിക്കാൻ വേണ്ടിയുള്ള പണി അതിൻ്റെ ഭാഗമായി. എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞാൻ ഇനി സജീവമായി നിൽക്കും. അതുകൊണ്ട് എനിക്ക് പ്രായമായി എന്നൊക്കെ പറയുന്ന പൂനായി പോയി പറഞ്ഞാൽ മതി, MM മണിയുടെ അടുത്ത് പറയണ്ട. എന്തായാലും മണിയാശാൻ ഊർജ്ജസ്വലനായിട്ട് തന്നെ പ്രചരണ രംഗത്തും LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനും വേണ്ടി മുൻപിൽ തന്നെയുണ്ട്. ചായ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും അടുത്ത പാർട്ടി പരിപാടികളിലേക്ക് മണിയാശാൻ സജീവമാവുകയും ചെയ്യും. എന്തായാലും LDFന്റെ വിജയം അതാണ് ലക്ഷ്യം എന്നുള്ളതാണ് MM മണി 24നോട് പറഞ്ഞിരിക്കുന്നത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.